അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, അതായത് ഒരു കരിയില കൊണ്ട് പോലും സംഘപരിവാറിനെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലേക്ക് എല്ലാ സമീപനങ്ങളും വി ഡി സതീശൻ സർക്കാരിൻ്റേത് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ പ്രളയത്തിൽ കരുതുന്നുമില്ല. ഇങ്ങനെ രണ്ട് വശങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായും എടുക്കുന്നത്. ശ്രീ ലാൽകുമാർ, നോക്കൂ, നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശിവൻകുട്ടി ഇതേ ലോക് ഭവനിൽ ഏർപ്പെടുത്തിയ പല വിധത്തിലുമുള്ള ചടങ്ങിൽ നിന്ന് അവരുടെ നയത്തിനെതിരായ കാര്യങ്ങളായതുകൊണ്ട് മതേതരത്തിന് കോട്ടം വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇറങ്ങിപ്പോയി. പക്ഷേ ഇപ്പോൾ ഇന്ന് ഷംസുദ്ദീൻ എന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ് ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറി ഒരു കത്തയക്കുന്നത് ലോക് ഭവൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന്. അപ്പോൾ ലോക് ഭവന് പൂർണ്ണമായും കീഴടങ്ങുന്നു ഈ വിദ്യാഭ്യാസ വകുപ്പും ഈ സതീശൻ സർക്കാരും. ഈ രണ്ടിനെയും ഒന്ന് താരതമ്യം ചെയ്യണ്ടേ ശ്രീ ലാൽകുമാർ? ഇവിടെ മഞ്ജുളാകം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൗതുകകരമായി തോന്നി. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനങ്ങ് പറയുക. കേൾക്കാം. ഇവിടെ ഈ പുതിയ ആക്ടിനകത്തെ അമെൻമെൻറ്റ് വന്നില്ല, 1971 ആക്ടിലെ അമെൻമെൻറ്റിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ അത് നാഷണൽ ഓണറിനെ ഇൻസൾട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്നുവെച്ചാൽ ഈ പറയുന്ന നാഷണൽ ആന്തത്തിൻ്റെ സെയിം സ്റ്റേറ്റസോടുകൂടി നാഷണൽ സോങ്ങും വരുന്നു. അതിന് നമുക്ക് വിരോധമില്ല. അപ്പോൾ അമെൻമെൻറ്റ് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനെ പാരിറ്റിയിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. 3 വർഷം വരെ ശിക്ഷയാൻ തോന്നുന്നു. അതൊരു ക്രിമിനൽ ഒഫൻസാണ്. 3 വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന ഒരു കുറ്റമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ കൂടുതലൊരു ഇൻഗ്രീഡിയൻറ്റ് അതിനകത്തില്ല. അത് മഞ്ജുളാകം പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്, അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഒരു ആക്ടിൻ്റെ അല്ലെങ്കിൽ അമെൻമെൻറ്റിൻ്റെ പ്രൊവിഷന് മേളിൽ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ പറ്റുക? നോക്കൂ, നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് മഞ്ജുളാതിന് എന്നെക്കാട്ടിലും വൃത്തിയായിട്ട് അറിയാൻ കേട്ടോ. നിങ്ങൾക്കൊരു ആക്ട് കോൺടംപ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പിയർ ഉണ്ട്. ആ ആക്ട് കോൺടംപ്ലേറ്റ് ചെയ്തിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായി ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുക? അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ സ്റ്റേറ്റോ ആരാണോ ഇൻസ്ട്രക്ട് ചെയ്യപ്പെടുന്നവർ അവർ ഒബേ ചെയ്യേണ്ട കാര്യം എന്താണ്? നോക്കൂ, നിയമം വഴി സ്ഥാപിച്ച അല്ലെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് ഡ്യൂ പ്രോസസ് ആകത്തില്ല. കാര്യം ഈ ആക്ടിന് മേളിൽ നിന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആദ്യത്തെ വശം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇങ്ങനൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് നമ്മൾ തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമില്ല. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അവരവിടുന്ന് ഗവർണറെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവർണർ ഓഫീസിൽ നിന്ന് ഒരു കാര്യം വരുന്നു. ഇപ്പോൾ മഞ്ജുളാൻ ചോദിച്ച അടുത്ത ചോദ്യം എന്താ? നിങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ നാഷണൽ സോങ് മുഴുവനായി പാടത്തില്ലേ എന്നുള്ളതാണ് അവിടുത്തെ വന്നൊരു ചോദ്യം. ഇങ്ങനെ വരികയാണെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് അതാ പറഞ്ഞേ, ആക്ട് കോൺടംപ്ലേറ്റ് ചെയ്തിരിക്കുന്നതിനെക്കാട്ടിലും മേളിൽ ഒരു കാര്യം അവിടുന്ന് ഇൻസ്ട്രക്ഷൻ വരുമ്പം നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് താഴേക്ക് ഇത് കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങളിത് നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഇൻസ്ട്രക്ഷൻ വന്നാൽ മാത്രമല്ലേ അവർ വായിക്കുന്നതിനെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പോൾ ചീഫ് സെക്രട്ടറിയും അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനവും താഴേക്ക് ഇത് കൊടുക്കാതിരുന്നാൽ പോരെ ഈ ഓർഡർ? ഇത് പാസ് ചെയ്തിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഓർഡർ വന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ബേസിക്കലി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ഓർഡർ അല്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ക്യാബിനറ്റ് കൂടി ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം പോലും ഇല്ല. സത്യത്തിൽ അത് നടപ്പാക്കണ്ട എന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അത് നിങ്ങൾക്കത് എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഒരു പാപ്പരത്വം സംഭവിച്ചിരിക്കുന്നു. അത് കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ പൊസിഷൻ ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ ഓപ്പൺലി നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിയാണല്ലോ, കേന്ദ്രത്തിനെതിരെ ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, കാരണം നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഞങ്ങളത് കംപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പരസ്യമായി കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം അദ്ദേഹത്തിന് അതിനുള്ള ഒരു ശക്തി ബലം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇതിൻ്റെ ചരിത്രപരമായ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ ചരിത്രപരമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബങ്കീമിൻ്റെ ഒരു ചിന്തയാണ്, ബങ്കീമിൻ്റെ പോയമാണുള്ളത്. ഇത് വലിയ രീതിയിൽ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുകയും ഓരോരുത്തരും ഇത് വലിയ വലിയ ശക്തിയോടുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പോയിന്റിൽ വന്നപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇതിനകത്ത് ദുർഗയെ പ്രൈസ് ചെയ്യുന്നൊരു കാര്യം വന്നു. ഈ ദുർഗയെ പ്രൈസ് ചെയ്യുന്നത് അതൊരു മതത്തിൻ്റെ അടിസ്ഥാനം ആയി എന്നുള്ളതാണ്. ബംഗാളിലെ ദുർഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് മതത്തിൻ്റെ അടിസ്ഥാനമായി കഴിഞ്ഞപ്പോഴത്തേനും മറ്റ് കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക്
ഇതിനകത്തൊരു ബുദ്ധിമുട്ട് വരികയും അവരിത് പാടുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. ഇത് വളരെ രൂക്ഷമായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1937 കോൺഗ്രസ്സിലാണ്. ആ 37 ടാഗോർ പറഞ്ഞിട്ടാണ് ഈ പറയുന്നതിൻ്റെ മേളത്തെ സ്റ്റാൻസ മാത്രം ഉപയോഗിക്കുകയും താഴത്തെ ദുർഗയെ പ്രൈസ് ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുകയും ചെയ്യുന്നത്. അത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡല്ല, സ്വാതന്ത്ര്യ സമരകാലത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡാണ്. ആ സ്വാതന്ത്ര്യ സമരകാലത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡിനെ ബ്രീച്ച് ചെയ്തുകൊണ്ട് അല്ലെ വയലേറ്റ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ നള്ളിഫൈ ചെയ്തുകൊണ്ട് ഒരു പൊസിഷൻ സെൻട്രൽ ഗവൺമെൻറ് എടുക്കുകയാണ്. അതിനെ അത്രയും ശക്തമായി എതിർക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ ഈ രാജ്യത്ത് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതിപ്പം ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞല്ലോ, അറിയാതെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇത് പാടിപ്പോയി എന്ന് പറഞ്ഞല്ലോ. മഞ്ജുളാകത്തിനും അറിയാം, എനിക്കും അറിയാം. അതിനു മുമ്പ് നടന്നത് ഗവർണർ ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്ത അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയായിരുന്നു. അന്നിത് പൂർണ്ണ രൂപത്തിൽ പാടിയപ്പം നമ്മൾ വിമർശനം ഉന്നയിച്ചതാണ്. അപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ രാഷ്ട്രീയ സംവിധാനത്തിനോ, അന്ന് മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, ആ സംവിധാനത്തിനോ ഈ കാര്യം പറ്റില്ല എന്ന് വ്യക്തമായി പറയാമായിരുന്നു. നോക്കൂ, സ്റ്റേജിൽ ആളെ കയറ്റാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം ഗവർണർ ഓഫീസ് പറഞ്ഞു. അതെങ്ങനെയാണ് അദ്ദേഹം ഡൈല്യൂട്ട് ചെയ്തത്? അപ്പോൾ മഞ്ജുള മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ ഇതിനു മുമ്പ് തന്നെ കുറച്ച് ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. എന്താണ്? സ്റ്റേജെ കയറ്റാൻ പറ്റില്ല, അപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, രാഹുൽ ഗാന്ധിയെ വി ഡി സതീശൻ സ്റ്റേജെ കയറ്റിയേ മതിയാവും. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഒരു പൊസിഷൻ അന്ന് എടുത്തു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. അല്ലെങ്കിൽ ഗവർണർ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തൊരു വിഷയത്തിൽ എന്തിനാണ് അദ്ദേഹം ഡൈല്യൂട്ട് ചെയ്തത് പിന്നീട് ആ പോയിന്റ്? അപ്പോൾ ഡൈല്യൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചയാണ് നടന്നത്? ഇവർ കയറാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. നമ്മൾ എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നും ആരാണ് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാവും. തീർച്ചയായും വ്യക്തമാണ്.